വോട്ട് വെട്ടിയെന്ന് രാഹുൽ ഗാന്ധി തെളിവ് നിരത്തി വിശദീകരിച്ച കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കി വരാം. അലന്ത് മണ്ഡലത്തിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് BR പാട്ടീൽ എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. 2023 10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് BR പാട്ടീൽ ജയിച്ചത്. അതിനു മുമ്പ് അവിടെ ജയിച്ചത് 2018 BJP സ്ഥാനാർത്ഥിയാണ്. അന്ന് 697 വോട്ട് മാത്രമായിരുന്നു BJP സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം. ഇനി അലന്ത് മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ദാ കേൾക്കൂ. അലന്തിൽ സംഭവിച്ചത് 6,018 വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള ശ്രമം നടന്നു. നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ nvp.in എന്ന വെബ്സൈറ്റിൽ പോയാൽ ഫോം 7 ഫില്ല് ചെയ്യാൻ കഴിയും. അങ്ങനെ ഫോം 7 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്ന മറ്റാരുടെയെങ്കിലുമോ വോട്ടുകൾ നിങ്ങൾക്ക് നീക്കം ചെയ്യാനുള്ള അതല്ലെങ്കിൽ ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അപേക്ഷ അതിൽ സമർപ്പിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് അവിടെ നിന്ന് മാറില്ല. പിന്നീട് BLO അത് പരിശോധിച്ചതിന് ശേഷം ആ അപേക്ഷ ശരിയാണോ എന്ന് നേരിട്ടെത്തി പരിശോധിച്ചാണ് അത് ഉറപ്പുവരുത്തേണ്ടത്. ഇതാണ് ആ ക്രമം. അങ്ങനെ 6,018 വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഫോം 7 അപേക്ഷകൾ കിട്ടിയപ്പോൾ അതിലൊരു ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തി. ലക്ഷ്യമിട്ടത് പ്രതിപക്ഷ വോട്ടുകളെയാണ് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ കണ്ടെത്തിയത് ഒരു ബൂത്ത് ലെവൽ ഓഫീസറാണ്. ആ ബൂത്ത് ലെവൽ ഓഫീസറുടെ അമ്മാവന്റെ വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള അപേക്ഷ കിട്ടിയപ്പോഴാണ് അത് പരിശോധിച്ചത്. ആരും അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടില്ല. അത് മറ്റ് അജ്ഞാതരായ ആരോ ഒരാൾ സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷയായി തോന്നി. ഗോദാഭായിയുടെ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. ഗോദാഭായി എന്ന് പറയുന്ന സ്ത്രീയെ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നുണ്ട്. ഗോദാഭായിയുടെ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ബൂത്ത് 37-ൽ 12 വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള ശ്രമം. അതായത് ഗോദാഭായി ഫോം നമ്പർ 7 ഫില്ല് ചെയ്ത് 12 പേരുടെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അപേക്ഷ നൽകുന്നു. ഗോദാഭായി ഈ സംഭവം അറിഞ്ഞിട്ടേയില്ല. അത് രാഹുൽ ഗാന്ധി ഗോദാഭായിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. അപ്പോൾ ഗോദാഭായിയുടെ പേരിൽ വ്യാജ ID ലോഗിൻ ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. എന്തിനു വേണ്ടി അയാൾ അത് ചെയ്തു? അയാൾ ബൂത്ത് നമ്പർ 37-ലെ 12 കോൺഗ്രസ് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് അയാൾ ശ്രമം നടത്തി? രണ്ടാമത്തത് സൂര്യകാന്ത് എന്ന് പറയുന്നയാളെ അവതരിപ്പിക്കുന്നുണ്ട്. ആ സൂര്യകാന്തിനോടൊപ്പം മറ്റൊരു വോട്ടറെയും അവതരിപ്പിക്കുന്നുണ്ട്. സൂര്യകാന്ത് ആണെങ്കിൽ 14 മിനിറ്റ് കൊണ്ട് 12 വോട്ടുകൾ നീക്കാൻ അപേക്ഷിച്ചു എന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കാണുന്നത്. എന്നാൽ സൂര്യകാന്ത് ഈ വിവരം അറിഞ്ഞിട്ടേയില്ല. ഇവിടെയും സൂര്യകാന്തിന്റെ ID ഉപയോഗിച്ച് മറ്റാരോ 14 മിനിറ്റിനുള്ളിൽ 12 വോട്ടുകൾ നീക്കാനുള്ള അപേക്ഷ ചെയ്തു. താൻ ഇത് ചെയ്തിട്ടില്ല എന്ന് സൂര്യകാന്ത് ഇന്ന് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സൂര്യകാന്തിനെ ഹാജരാക്കി. കൂടാതെ നാഗരാജ് എന്ന ആളിനെ കൂടി ഇന്ന് രാഹുൽ ഗാന്ധി ഹാജരാക്കുന്നുണ്ട്. ഈ നാഗരാജ് എന്ന ID നിന്ന് വോട്ട് നീക്കാനുള്ള അപേക്ഷ രാവിലെ 4:07 ലഭിക്കുന്നു. 36 സെക്കൻഡിനുള്ളിൽ 2 അപേക്ഷകൾ പൂരിപ്പിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലേക്ക് കൊടുക്കുന്നു. നാഗരാജിനെ ഈ മനുഷ്യവേഗതയിൽ ഇത് സാധ്യമല്ലെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. നിലവിൽ എങ്ങനെയാണ് പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നത്? ഫോം 7 ഫില്ല് ചെയ്യാൻ വേണ്ടി voters.eci.gov.in ഹോം പേജിൽ പോയി ഓപ്പൺ ചെയ്താൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ വോട്ടർ ID നമ്പർ, മെയിൽ ID ഒക്കെ നൽകിക്കഴിഞ്ഞാൽ ഹോം പേജിൽ ഡിലീഷൻ എന്ന വിൻഡോ തുറന്നാൽ ഫോം 7 എന്ന ഒരു അപേക്ഷ നിങ്ങൾക്ക് കിട്ടും. അത് ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു സെൽഫ് ഓപ്ഷൻ ഉണ്ട്. സ്വന്തം പേര് പട്ടികയിൽ നിന്ന് നീക്കാൻ അപേക്ഷിക്കാം. ആ സമയത്ത് സ്വന്തം എപ്പിക് നമ്പറും വ്യക്തി വിവരങ്ങളും നൽകണം. ഇനി മറ്റൊരാളുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് നീക്കേണ്ട ആളുടെ പേരോ എപ്പിക് നമ്പറോ നൽകി അപേക്ഷ സമർപ്പിക്കണം. അതിനുശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിലുള്ള എതിർപ്പ് അറിയിക്കുകയും വേണം. ഇങ്ങനെയാണ് ഫോം നമ്പർ 7 ഫില്ല് ചെയ്ത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവില്ല. അത് ബൂത്ത് ലെവൽ ഓഫീസർമാർ പരിശോധിച്ച് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ നിർദ്ദേശാനുസരണം മാത്രമാണ് അത് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുക. പക്ഷെ നോക്കൂ, ഇതൊക്കെ ഒരാൾ അപേക്ഷിക്കാതെ തന്നെ അയാളുടെ പേരിൽ മറ്റാരോ ഒരാൾ മറ്റേതോ ഒരു സ്ഥലത്തിരുന്ന് തെറ്റായ ആ ഫോൺ നമ്പർ നൽകി OTP സ്വീകരിച്ചുകൊണ്ട് മാൽ പ്രാക്ടീസ് നടത്തി ഫോം 7 ഫില്ല് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇന്ന് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത്.